മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ ഹാജരായി. തിരുവനന്തപുരം 1ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹാജരായത്. കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഹരിമോഹൻ ഉണ്ട്. ഹരി, വിവരം എന്താണ്? രേഷ്മ 4 തവണ ഈ വാദം മാറ്റിവെച്ചതിന് ശേഷമാണ് ഇന്നൊടുവിൽ ശ്രീറാം വെങ്കിട്ടരാമൻ IAS തിരുവനന്തപുരം 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരായിരിക്കുന്നത്. തനിക്കെതിരായിട്ടുള്ള കുറ്റം ചുമത്തൽ സംബന്ധിച്ച വാദം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീറാം വെങ്കിട്ടരാമനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ 4 തവണ ഇതിന് സമയം മാറ്റിവെക്കണമെന്ന് ശ്രീറാം കോടതിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്നാണ് ഏറ്റവും ഒടുവിലായി സമയം അനുവദിച്ചിരുന്നത്. ജോലി തിരക്ക് കാരണമാണ് തനിക്ക് വരാൻ കഴിയാതിരുന്നതെന്നാണ് കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ ശ്രീറാം കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. പക്ഷേ കോടതി കഴിഞ്ഞ തവണ വിമർശിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ശ്രീറാം വരാതിരിക്കുന്നത് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക എന്ന് പറയുന്ന അടിസ്ഥാന കാര്യം പോലും നടക്കാതിരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത തവണ നിർബന്ധമായും ഹാജരായിരിക്കണം എന്നുള്ള കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്നിപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ ഹാജരായിരിക്കുന്നത്. കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട റിവിഷൻ ഹർജിയുമായി ചെന്ന ശ്രീറാമിന് സുപ്രീം കോടതിയിൽ നിന്ന് നേരത്തെ തിരിച്ചടിയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് വിചാരണയ്ക്കായി കോടതി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക എന്ന് പറയുന്ന നടപടിക്രമമാണ് കോടതിയിൽ നടക്കുക. രേഷ്മ, ശരി.